നമ്മളെ തണൽ ചാരിറ്റി കേരള ഫൗണ്ടേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ജാബിർ അമാനത്ത് തയ്യാറെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഓഫീസിലേക്ക് പ്രിയപ്പെട്ട നാസർ മാനുക്കയെ ക്ഷണിക്കുകയും അദ്ദേഹം നമ്മുടെ അടുത്ത പ്രദേശമായ കൊടുഞ്ഞിയിൽ ഒരു വീടിൻ്റെ താക്കോൽ ദാനവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ പോയി നാസർ മാനുക്കയുടെ അടുത്ത് പോയി ഞങ്ങളെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഒന്ന് സന്ദർശിക്കണം. അതുപോലെ കുഞ്ഞുട്ടിക്ക, നൗഷാദിക്ക, കറിക്കുട്ടേജി അതുപോലെയുള്ള എല്ലാവരും ഉണ്ട്. അദ്ദേഹം സന്ദർശിക്കാമെന്ന് കേൾക്കുക. ഈ വൈകിയ വേളയിലും ഞങ്ങൾക്ക് വേണ്ടി അല്പസമയം നീക്കിവെച്ച നാസർ മാനുക്കക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലയിലും പ്രവർത്തകർ 100 കണക്കിന് പ്രവർത്തകർ ഇപ്പോൾ നിലവിലുണ്ട്. എല്ലാ ജില്ലയിലും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലകളിൽ വീടിന്റെ ജോലി നടക്കുന്നവർക്ക് വീടിന്റെ ജോലിക്കുള്ള ബാക്കി കാര്യങ്ങൾ, തുടങ്ങേണ്ടവർക്ക് അതിനുള്ള കാര്യങ്ങൾ, കല്യാണം കഴിക്കേണ്ട വീടുകളിൽ ഭക്ഷണ സാമഗ്രികൾ, അതുപോലെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തണൽ ചാരിറ്റി കേരള ഫൗണ്ടേഷൻ ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകുമെന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഓഫീസിലേക്ക് നാസർ മാനുക്കയെ ക്ഷണിക്കുകയും അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ ഞങ്ങളോട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ വരും, ഉറപ്പായിട്ടും വരും, ഇത്രയും തിരക്കിനിടയിലും ഞങ്ങൾ ഓഫീസിലേക്ക് വരികയും ചെയ്തത് വളരെയധികം സന്തോഷം. ചാരിറ്റിയെ കുറിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നാസർ മാനുക്ക നമുക്ക് വേണ്ടി അല്പം കാര്യങ്ങൾ സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരമുണ്ട്. ഞാൻ നാസർ മോനാണ്. ഇപ്പോഴാണ് നമ്മുടെ തണൽ ചാരിറ്റി കാണാൻ കഴിഞ്ഞ് നമ്മളെ കുട്ടികൾ ക്ഷണിച്ചപ്പോൾ ഇവിടെ വന്നു. ഇവരെ നമ്മളൊക്കെ കൂടി പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. കാരണം മരുന്ന്, ഭക്ഷണമാണ് ഏറ്റവും ഒരു മനുഷ്യന്റെ ആവശ്യം, ഭക്ഷണം, മരുന്ന്. ഇത് രണ്ടിലാണ് ഇവർ മെയിൻ ആയിട്ട് ഇവര് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇപ്പൊ 2 വീടിന്റെ വർക്ക്. ഏറ്റവും വലിയ ആവശ്യം ഒരു ആംബുലൻസ് ആണ്. തയ്യാറുള്ള ഒരുപാട് മനുഷ്യസ്നേഹവും സമ്പത്തുള്ള വലിയ വലിയ മനുഷ്യസ്നേഹമുണ്ട്. നമ്മുടെ ഈ തണൽ ഗ്രൂപ്പിന് ഒരു ആംബുലൻസ് നൽകിയാൽ ആ കുട്ടികൾക്ക് വലിയൊരു എനർജി കാരണം ഇത്രയും പ്രവർത്തനത്തിന് ഓടാൻ അവർക്ക് വലിയൊരു സന്തോഷമായി. കാരണം ഏതെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തകൻ ഈ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ഈ തണൽ ഗ്രൂപ്പിന് ഒരു ആംബുലൻസിൻ്റെ ഒരു സഹായം, ഒരു ആംബുലൻസിൻ്റെ വഴിയിൽ ഒരുക്കി കൊടുത്താൽ ഇവരെ സംബന്ധിച്ച് ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ കഴിയും. അതിൽ നിന്ന് ഒരുപാട് രോഗികളെ അർഹതപ്പെട്ട ഹോസ്പിറ്റലിലും മറ്റുള്ള സപ്പോർട്ടും കിട്ടുമ്പോൾ ആ ആംബുലൻസ് എടുത്തിട്ട് ആ മനുഷ്യന് ഒരുപാട് ദുആകൾ കിട്ടും. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട KC കുഞ്ഞുട്ടി സാഹിബ് ഇവിടെ ഉണ്ട്. അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കും. പൊന്നട അടിച്ചിട്ടുണ്ട്. പൊന്നട അടിച്ചിട്ട് KC കുഞ്ഞുട്ടിക്ക് നമ്മുടെ ഓഫീസിന്റെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഷിയാസ് എന്നിവരെല്ലാവരും കൂടി ചേർന്ന് സംസാരിക്കും. ആർദ്രപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുണ്യകർമ്മങ്ങളാണ് ഇന്ന് നടത്താൻ സർവ
ബഹുമാന്യനായ ആ ഒരു വീടിന് വേണ്ടി അവരുടെ ഒരു പ്രയത്നങ്ങളും കാര്യങ്ങളെല്ലാം അവർ സന്തോഷമായി. തണൽ കേരള ഫൗണ്ടേഷൻ എന്ന പേരിൽ ചാരിറ്റി നടത്തുന്ന ഒരു സ്ഥാപനം, അത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പല ജില്ലകളിലും അതുപോലെ തന്നെ പല പഞ്ചായത്തുകളിലും ഒക്കെ അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടി അവർ വളരെയധികം ഇന്ന് ഈ ഒരു കാര്യം മാനക്കാനോട് പറഞ്ഞ് മാനക്ക ജനങ്ങളിൽ എത്തിക്കണം. ഈ കാര്യങ്ങൾ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു സേവനമാണ്. അതിന്റെ പല രോഗികളുണ്ട്, ഇടുങ്ങിയ റോഡാണ്, ഒരുപാട് പ്രയാസങ്ങളായിട്ടാണ് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടത്. ഞങ്ങളിപ്പോൾ ഈ തന്നമ്പറയിൽ നിന്ന് ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു വാഹന സൗകര്യം, ഒരു ആംബുലൻസ് ഒരു ചാരിറ്റി സംഘടനക്ക് കിട്ടുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് ആര് തയ്യാറായാലും ശരി, അവർക്ക് അതിന്റെ തക്കതായ ഫലം അള്ളാഹു സംശയമില്ല. ഏതായാലും ഈ ഒരു സ്ഥാപനം ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ പഠിച്ച തമ്പുരാന് ഇവിടെ കക്ഷി രാഷ്ട്രീയമോ ജാതി മതഭേദമോ കുടുംബത്തിനും എന്ന് ഇവരെ പ്രവർത്തന ഇവർക്കൊരു എനർജി കാര്യത്തിൽ പ്രവർത്തിക്കാൻ എല്ലാരും പിന്തുണ ഉണ്ടാകുമ്പോൾ ചെന്നപ്പോ പ്രോത്സാഹനം കൊടുക്കുക. അപ്പൊ അവർക്ക് ഇനി എനർജി എന്ത് ചെയ്യാനും ഇതേ ഒരു എനർജി നമ്മളെ ഈ കുട്ടികൾക്കും ഈ ചാരിറ്റി കേരള ചാരിറ്റിക്കും കൊടുക്കാൻ കഴിഞ്ഞാൽ ഇവര് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യും. അർഹതപ്പെട്ട പാവങ്ങൾക്ക് അത് ഉപകാരം. പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ സഹകരണവും നമ്മുടെ എല്ലാ സമയങ്ങളിലും ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം വേഗം ഇവിടെ വാങ്ങുന്നു. പിന്നെ ഒരിക്കൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.